ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രസീത എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് പ്രസീത. എനിക്ക് 36 വയസ്സുണ്ട്. വിവാഹിതയാണ്. ഒരു മുതിർന്ന ആൺകുട്ടിയുമുണ്ട്. ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ വീട്ടിലാണ് കുറേ വർഷമായി താമസിക്കുന്നത്. അതിന് കാരണം എൻ്റെ അമ്മായിമ്മയാണ്. അമ്മായിമ്മയും ഞാനും എൻ്റെ ഭർത്താവും ഒക്കെ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. ഞങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായ ശേഷം അവിടെ നിൽക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടായപ്പോഴേക്കും ഞാൻ വീട്ടിൽ ഭർത്താവിനോട് പിണങ്ങി തിരിച്ചു വന്നു നിന്നു. പിന്നീട് ഭർത്താവ് കോംപ്രമൈസ് ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭർത്താവ് ഇവിടെയാണ് വർഷങ്ങളായി നിൽക്കുന്നത്. അതിൽ ഞങ്ങൾക്കാർക്കും പ്രശ്നമില്ല. എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് 8 വർഷമായി. അമ്മ അടുത്തൊരിടത്ത് ജോലിക്ക് പോകുന്നുണ്ട്. ഒരു കടയിലാണ്. എനിക്ക് ഒരു അനിയത്തിയാണുള്ളത്. എന്നേക്കാൾ 6 വയസ്സിന് ഇളയതാണ്. അവൾക്ക് 25ാമത്തെ വയസ്സിൽ ഒരു പ്രണയമുണ്ടായി. അത് അമ്മയും അച്ഛനും വന്ന് എതിർത്തതാണ്. പക്ഷേ അവൾ വകവയ്ക്കാതെ അയാളുടെ കൂടെ ഒളിച്ചുപോയി. കൽക്കട്ടയിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു കുട്ടിയുമുണ്ടായി. ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ ഫോൺ വിളിക്കുമായിരുന്നു. വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ആ കുട്ടി മരിച്ചുപോയി. അതോടുകൂടി ഭർത്താവും അവളും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവളൊരു ദിവസം നാട്ടിൽ വന്നു. വീട്ടിൽ തിരിച്ചു കയറാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയും അച്ഛനും സമ്മതിച്ചില്ല. പക്ഷേ എൻ്റെ ഭർത്താവും ഞാനും പോയി അവൾക്ക് ഒരിടത്തൊരു ജോലി ശരിയാക്കി കൊടുത്തു. ഒരു ലേഡീസ് ഹോസ്റ്റലിൽ അക്കോമഡേഷനും ശരിയാക്കി കൊടുത്തു. അങ്ങനെയായിരുന്നു വർഷങ്ങൾ. അത് കഴിഞ്ഞ ശേഷം ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടെ താമസിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയോട് പറഞ്ഞു, അമ്മേ, അവളെ ഇവിടെ കൊണ്ടുവരണമെന്ന്. അപ്പോഴേക്കും അവരുടെ മനസ്സ് ഒന്ന് മാറിയിരുന്നു. അങ്ങനെ അനിയത്തിയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. പിന്നെ എല്ലാവരും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞു പോയത്. അനിയത്തി ഇവിടെ നിന്ന് ജോലിക്ക് പോയി. ഞാനും ഭർത്താവുമൊക്കെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ കുട്ടിയെ അമ്മ നോക്കുകയും ചെയ്യും. അതിനിടയ്ക്കാണ് അച്ഛന് അസുഖം കൂടിയത്. അച്ഛൻ മരിച്ചുപോയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാം തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി സ്ട്രോങ് ആയി. ഒരു ദിവസം എൻ്റെ ഭർത്താവ് നിർദ്ദേശം വെച്ചു, എന്തായാലും അനിയത്തിക്ക് ഇത്രയും പ്രായമല്ലേ ആയിട്ടുള്ളൂ, കുട്ടികളും ഇപ്പോഴില്ല, അവളെ ഇനിയൊരു പുനർവിവാഹത്തിന് ഒരുക്കണം, നല്ലൊരു ചെക്കനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അനിയത്തിക്ക് ഒട്ടും സമ്മതമല്ല. അവൾക്ക് ഇനി വിവാഹമേ വേണ്ട എന്നാണ് പറഞ്ഞത്. അമ്മ അവളോട് ഒത്തിരി വട്ടം പറഞ്ഞു നോക്കി. എല്ലാവരും പറഞ്ഞു. പക്ഷേ സുന്ദരിയായ അവൾക്ക് ഇനി ഒരു കല്യാണമേ വേണ്ട. പ്രേമവിവാഹം പരാജയമായിരുന്നല്ലോ, വേണ്ട വേണ്ട എന്നാണ് പറയുന്നത്. ഒരു ദിവസം വൈകിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് അമ്മ കരഞ്ഞു മൂക്ക് പിഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവൾക്ക് ആരാണുള്ളത്? ഇവൾക്ക് കല്യാണവും വേണ്ട, ഒന്നും വേണ്ട, ആരും നോക്കാനുമില്ല, എന്ത് ചെയ്യാനാ, പറഞ്ഞാലും കേൾക്കില്ല, ഇനിയിപ്പോൾ ഇവളെ ആരെക്കൊണ്ട് കെട്ടിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, സാരമില്ലമ്മേ, അവളുടെ മനസ്സ് 1-2 വർഷത്തിനുള്ളിൽ മാറുമെന്ന്. അപ്പോൾ അനിയത്തി പറഞ്ഞു, ഇല്ല, മാറില്ല, എനിക്ക് ഇനിയൊരു വിവാഹമേ വേണ്ടാന്ന്. ആ സമയത്ത് അമ്മ അവിടെ നിന്ന് പറഞ്ഞു, എന്തായാലും ഇവളെ വീട്ടിൽ നിൽക്കുകയാണ്. ഇവൾക്ക് വേറെ കല്യാണം നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവൾ സമ്മതിക്കത്തില്ല. അവൾ ഒറ്റയ്ക്കാകുകയും ചെയ്യും. പണ്ടത്തെ കാലത്തൊക്കെ ചേട്ടത്തിക്കും അനിയത്തിക്കും കൂടെ ഒരു ഭർത്താവായിരുന്നു, അല്ലെങ്കിൽ ചേട്ടനും അനിയത്തിക്കും കൂടെ ഒരു ഭാര്യയുമായിരുന്നു. അമ്മ എന്താ പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, പച്ച മലയാളത്തിൽ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്തായാലും നിൻ്റെ ഭർത്താവ് ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ഉടനെ എങ്ങോട്ടെങ്കിലും പോകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ, ഞങ്ങൾ രണ്ടുപേരും കൂടെ വാടക വീട്ടിലേക്ക് മാറിയേക്കാമെന്ന്. ഭർത്താവ് ഒന്ന് സമ്മതിച്ചു. അപ്പം അമ്മ പറഞ്ഞു, അതിൻ്റെ കാര്യമില്ല, ഇനിയിപ്പം ഈ വീട്ടിൽ നിന്ന് ആരും എങ്ങോട്ടും പോകണ്ട, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുക. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അമ്മായി എന്നോട് പറഞ്ഞു, നാട്ടുകാരൊക്കെ പറയുന്നു എൻ്റെ ഇളയ മകൾ ഇവിടെ വന്ന് നിൽക്കുന്നതിനും പിന്നെ നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നതിനും പ്രധാന കാര്യം അവൾക്ക് അവിടെ ചേച്ചിയുടെ ഭർത്താവിനോട് പ്രേമമാണ്. അതുകൊണ്ടാണ് പുതിയ കല്യാണത്തിന് അവൾ സമ്മതിക്കാത്തത്. ഇവിടെ നടക്കുന്നത് കൂട്ടമായിട്ടുള്ള എന്തോ കാര്യങ്ങളാണെന്നാണ് പുറത്തെല്ലാവരും പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അത് കേട്ട് ഞങ്ങൾ ഞെട്ടി. ഇങ്ങനൊരു വാർത്ത പുറത്തെല്ലാവരും പറയുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷേ അമ്മ അത് പലവട്ടം കേട്ടിരുന്നു. അനിയത്തി മുഖം കുനിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ, ഞങ്ങളിവിടുന്ന് മാറാമെന്ന്. അമ്മ പറഞ്ഞു, മാറണ്ട, എന്തായാലും ഞാൻ പറഞ്ഞതാണ് അതിന് പ്രതിവിധി. നാട്ടുകാരെ പറഞ്ഞത് എന്തായാലും ഇവൾ കല്യാണത്തിന് സമ്മതിക്കാത്തതിൻ്റെ മെയിൻ കാര്യം ചേട്ടനെ ഇഷ്ടമായതുകൊണ്ടാണെന്നാണ്. അപ്പോഴേക്കും അനിയത്തി പറഞ്ഞു, ഞാനങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചില്ലെന്ന്. എൻ്റെ ഭർത്താവാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. അമ്മ പറഞ്ഞു, മനസ്സിൽ വിചാരിച്ചില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, വേറൊരുത്തനെ കല്യാണം കഴിക്കുക. അപ്പം അനിയത്തി പറഞ്ഞു, പറ്റില്ല, എങ്കിൽ ഇവിടെ നിൽക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ വഴി അതേ പറ്റുകയുള്ളൂ. എൻ്റെ മൂത്ത മരുമകനും മോളിവിടെ വേണം. ഒന്നുകിൽ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കുക എന്ന് അമ്മ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മേ, അമ്മ ഈ പറഞ്ഞതൊക്കെ എന്ത് ബോധമില്ലായ്മയാണ്?
എനിക്ക് നല്ല ബോധമുണ്ടടി. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി അഥവാ ഇവളിവിടെ കുറേ നാൾ നിൽക്കുക, അവളുടെ ചേട്ടനും അടുത്തുണ്ട്, ആണും പെണ്ണുമല്ലേ. ഒരവസരത്തിൽ നീ നോക്കുമ്പോൾ നിൻ്റെ അനിയത്തി നിൻ്റെ ഭർത്താവുമായിട്ടൊരു ബന്ധമുണ്ടായെന്ന് കണ്ടു കഴിഞ്ഞാൽ നീ അന്ന് തകരും. അതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് അമ്മ അത് ശരിയാകില്ലെന്ന് അപ്പം അമ്മ പറഞ്ഞു. ശരിയാകും, ഒരു കുഴപ്പമില്ല. എടീ, ഞാൻ പറഞ്ഞത് നീ കേൾക്കാമോ എന്ന് അമ്മ അനിയത്തിയോട് ചോദിച്ചു. അനിയത്തി അന്നേരം ആലോചിച്ചിട്ട് പറയുകയാണ്, അമ്മ പറയുകയാണ് അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇതൊക്കെ മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ഞാൻ മാത്രം സമ്മതിച്ച പോരല്ലോ, ചേച്ചിയും ചേട്ടനും ഒക്കെ സമ്മതിക്കണ്ടേ എന്നവൾ പറയുന്നു. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അവൾ വാശി പിടിക്കുമെന്നും വേണ്ടാന്ന് പറയുന്നുമാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ഭർത്താവും ആദ്യം കാണിച്ച എതിർപ്പൊന്നും പിന്നീട് കാണിച്ചില്ല. ഞാൻ എതിർപ്പ് കാണിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇതായിരിക്കും നല്ലത്, നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിൻ്റെ ഭർത്താവിനെ എത്ര വർഷമായിട്ട് നീ കാണുന്നു, എന്താടി ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അമ്മ എന്നോട് കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ശരി, ലീഗലായിട്ട് കല്യാണം കഴിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഈ വീട്ടിൽ അയാളുടെ ഭാര്യയായിട്ട് ഞാനും അനിയത്തിയും കഴിയാം, അല്ലാതെ എന്താ ചെയ്യുക എന്ന് ഞാനും ഓർത്തു. അങ്ങനെ ഒരു ദിവസം അമ്മ തന്നെയാണ് മരുമകനെ ഇളയ മകളുടെ മണിയറയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത്. എന്നോട് അമ്മ ഒന്നും പറഞ്ഞില്ല. നീ കിടന്നുറങ്ങിക്കോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അന്നെനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ ഭർത്താവ് ഒരു ധീരശൂര പരാക്രമിയൊന്നുമല്ല. എന്നാലും ഏതൊരു പെണ്ണിനും ഭർത്താവിനോട് ഭയങ്കര ഒരു പൊസസീവ്നെസ് കാണില്ലേ, അത് എനിക്ക് ഉറക്കമില്ലാതാക്കി. എങ്കിലും ആഴ്ചകളിൽ 3 ദിവസം 2 ദിവസമൊക്കെ അങ്ങടും ഇങ്ങടും പങ്കിട്ട് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് നോർമലായി തോന്നി തുടങ്ങി. എൻ്റെ ഭർത്താവും ഞാനും തമ്മിലുള്ള ബന്ധത്തിന് കോട്ടൊന്നും തട്ടിയില്ല. അവളെയും അദ്ദേഹം സ്നേഹിച്ചു, പ്രശ്നങ്ങളൊന്നുമില്ല. നാട്ടിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. എങ്കിലും അമ്മ അതൊക്കെ മാനേജ് ചെയ്തു. ചിലപ്പോൾ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തെറി വിളിച്ച് അമ്മ ഓടിക്കുമായിരുന്നു. അമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇതായിരുന്നു ഏറ്റവും നല്ല വഴി. ഇപ്പോൾ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ അമ്മ എന്നോട് പറഞ്ഞു, എന്തായാലും നിനക്കറിയാത്തൊരു കാര്യം ഇപ്പോൾ ഞാൻ പറയാം. ഇവർ വന്നപ്പോൾ മുതലേ പരസ്പരം നല്ല ബന്ധത്തിലായിരുന്നു. നീ അത് അറിഞ്ഞില്ല. നാട്ടുകാർക്ക് മുഴുവൻ അറിയാമായിരുന്നു. സ്വന്തം വീട്ടിൽ നടന്നത് നീ അറിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ രമ്യമായി പരിഹരിക്കാൻ ഞാൻ തീരുമാനിച്ചത്. അല്ലാതെ എനിക്കൊരിക്കലും ഇഷ്ടമില്ലായിരുന്നു ഇങ്ങനൊരു ബന്ധത്തിനെന്ന് അമ്മ പിന്നീടാണ് എന്നോട് പറഞ്ഞത്. അത് കേട്ട് ഞാൻ ശരിക്കും വല്ലാത്ത ദുഃഖത്തിലായിപ്പോയി. എൻ്റെ അടുത്ത് എൻ്റെ അനിയത്തിയും എൻ്റെ ഭർത്താവും കാണിച്ചത് ഒരു കൊടും ചതിയാണ്. ഞാൻ ഓർത്തത് അമ്മയുടെ തീരുമാനം അവർ അനുസരിക്കായിരുന്നു എന്നാണ്. പക്ഷെ അമ്മ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും 2 പേരും കൂടെ അമ്മയോട് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു നാടകമുണ്ടാക്കിയെടുത്തത്. ശരിക്കും അനിയത്തി എന്നെ ചതിച്ചു, എൻ്റെ ഭർത്താവ് എന്നെ ചതിച്ചു. പൊട്ടൻ ആട്ടം കാണുന്നത് പോലെ എനിക്ക് ഇതെല്ലാം കാണേണ്ടി വന്നു. അവസാനം ഞാൻ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും കലിയിളക്കിയത്. ഇതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ അല്ലെങ്കിൽ അയാളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചാലോ എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ അമ്മ എൻ്റെ മുഖഭാവം വായിച്ചെടുത്തിട്ട് പറഞ്ഞു, സാരമില്ല, എന്തായാലും നീ മനസ്സുകൊണ്ട് അംഗീകരിച്ച് അവരങ്ങ് മുന്നോട്ട് പോയതല്ലേ. അതുമാത്രമല്ല, അവൻ നിന്നോട് നല്ല സ്നേഹത്തിലല്ലേ പെരുമാറുന്നത്. പിന്നെ എല്ലാ ദിവസമൊന്നും നീ ആഗ്രഹിക്കുന്നുമില്ലല്ലോ. നീ ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ അവൻ അവിടെ തന്നെ നിൽക്കും, അവൾ ആഗ്രഹിക്കുന്ന ദിവസം അങ്ങോട്ടും പോകും. ഈ വീട്ടിൽ തന്നെ വട്ടം കറങ്ങാതെ അവൻ പുറത്തെങ്ങാനും ചാടിപ്പോയായിരുന്നെങ്കിലോ. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിപ്പം സ്വന്തം വീട്ടിൽ സ്വന്തം കാര്യങ്ങൾ നോക്കി അവൻ നിൽക്കുന്നു. നിങ്ങൾ 2 പെണ്ണുങ്ങളുമുണ്ട്, അതിനെന്താ മോളെ, അതൊക്കെ സ്വാഭാവികമാണ്. നീ അങ്ങ് സമാധാനിക്ക്. നമ്മുടെ കുടുംബത്തിൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ. അവൾ എവിടെയോ കിടന്നവളാണ്, നമ്മളെ ധിക്കരിച്ചിറങ്ങിപ്പോയി വേറെ പുരുഷൻ്റെ കൂടെ താമസിച്ചു. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ഞാനും നിൻ്റെ അച്ഛനും പറഞ്ഞതാ. എന്നിട്ട് നിങ്ങൾ കേട്ടോ, അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ ബന്ധം ഞാൻ കണ്ണിൽ കാണുകയും ചെയ്തു. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ മോളെ എന്ന് പറഞ്ഞ് അമ്മ പൊട്ടിക്കരഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ എൻ്റെ മനസ്സ് തണുത്തു. ശരി, നഗ്ന സത്യങ്ങൾ അറിഞ്ഞു. ഇനി കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം. അല്ലാതെ എന്താ ചെയ്യുക, വേറെ വഴിയൊന്നുമില്ല. ഒന്ന് ഭർത്താവ്, ഒന്ന് അനിയത്തി, അവരെ 2 പേരെയും ഞാൻ എന്ത് ചെയ്യാനാണ്. എൻ്റെ മകൻ ഇതെല്ലാം മനസ്സിലാക്കാനുള്ള പ്രായമായി. അവൻ എന്നോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചു. അപ്പോൾ ഞാൻ
കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഈ വീട്ടിൽ നടക്കുന്നതാണ്, ആരോടും മോൻ പുറത്ത് പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്. ഇപ്പോൾ കുഞ്ഞമ്മയും അച്ഛനും ഞാനും അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ തന്നെ ജീവിക്കണ്ടേ? നമ്മുടെ രഹസ്യമായിട്ട് സൂക്ഷിക്കണം. പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ നമ്മളെ കുറ്റം പറയും. എല്ലാം രഹസ്യമായി സൂക്ഷിക്കണം എന്നൊക്കെ തത്ത പറയുമ്പോൾ അവനെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. എൻ്റെ അമ്മയും നല്ല ട്രെയിനിങ് കൊടുത്തു. ഹൈസ്കൂളിലായ പയ്യനാണ്. അവനിപ്പം അത്യാവശ്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവൻ ഒരേ ഒരു മകനാണല്ലേ വീട്ടിൽ. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനും എൻ്റെ അനിയത്തിക്കും അമ്മയ്ക്കും എനിക്കുമെല്ലാം അവൻ വളരെ വലിയ വാത്സല്യക്കുട്ടനാണ്. അവന് വേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയ മൊബൈലൊക്കെ ഇപ്പോഴേ അവൻ്റെ കയ്യിലുണ്ട്. ഒരു പ്രശ്നവുമില്ലാതെ രാജകുമാരനായിട്ട് അവൻ ഈ പ്രശ്നങ്ങൾക്കിടയ്ക്ക് മുന്നോട്ട് പോവുകയായിരുന്നു. എൻ്റെ അമ്മയും അവനുമായിട്ടാണ് വലിയ കൂട്ട്. അവനെ യഥാർത്ഥത്തിൽ വളർത്തിയതും ഗൈഡ് ചെയ്തതും എൻ്റെ അമ്മയാണല്ലോ. അമ്മയുമായിട്ടാണ് അവൻ എപ്പോഴും കൂടുതൽ സമയം ചെലവഴിക്കാറുള്ളത്. ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് നിന്ന് ഇത്തിരി നേരത്തെ ഇറങ്ങി. എൻ്റെ അനിയത്തിയും എൻ്റെ ഭർത്താവുമൊക്കെ വരാൻ വൈകും. അനിയത്തി ആദ്യം വരും, പിന്നെ ഞാൻ വരും, പിന്നെ എൻ്റെ ഭർത്താവ് വരും. അങ്ങനെയാണ്. ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങി. കാര്യം അവിടെ കാര്യമായ വർക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ വീടിൻ്റെ അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയും എൻ്റെ മകനും തമ്മിൽ അവിടെ ഭയങ്കര വാഗ്വാദങ്ങൾ. അമ്മമ്മേ, നാളെ തന്നെ എനിക്ക് മേടിക്കാനാണ്, ക്യാഷ് തരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അമ്മ പറയുന്നു, ഇല്ല ഞാൻ തരില്ല. കാര്യം നീ ഇപ്പം അനാവശ്യമായി ഒത്തിരി കാശ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. ഇനി നിനക്ക് കാശ് തരില്ല. ഇനി നിൻ്റെ അച്ഛനോ നിൻ്റെ അമ്മയോ കുഞ്ഞമ്മയോ ഒന്നും നിനക്ക് ഈ ആവശ്യത്തിന് വേണ്ടി പണം തരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ മകൻ വാശിയോട് പറയുകയാണ്, എങ്കിൽ അമ്മമ്മയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് നല്ല പണി കിട്ടും. എന്താണ് പണി? നീ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളും എൻ്റെ അച്ഛനും തമ്മിലുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ അമ്മയോടും കുഞ്ഞമ്മയോടും ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ, എടാ ആവശ്യമില്ലാത്ത കാര്യം നീ ചെയ്യരുത്. ഈ കുടുംബം മുഴുവനും 3 വഴിക്കാകും. നിനക്ക് അമ്മയും കുഞ്ഞമ്മയും അമ്മമ്മയും ഒന്നും ഇല്ലാതാകും. ഈ കാര്യം മാത്രം ആരോടും പറയില്ലെന്ന് നീ സത്യം ഇട്ടിട്ടുള്ളല്ലേടാ? സത്യം ഇട്ട് കഴിഞ്ഞിട്ട് ഇതാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നിനക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറയുന്നു, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയും, ഇല്ല തരില്ല, 10,000 രൂപയൊന്നും ഒറ്റയടിക്ക് നിനക്ക് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ അമ്മ വരുമ്പോൾ ഞാൻ പറയുമെന്ന്. ആ പറഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാകാമെന്ന് നീ തന്നെ കണ്ടറിഞ്ഞു. എനിക്ക് ആരെയും പേടിയില്ല. ഇനി അഥവാ നീ പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മയും ഒരു വശത്ത് പോകും, നിൻ്റെ അച്ഛനും വേറെ വശത്ത് പോകും, നിൻ്റെ കുഞ്ഞമ്മയും പോകും. നിനക്ക് 5 പൈസ കിട്ടില്ല. ഞാനും ഇറങ്ങി എൻ്റെ പാട്ടിന് പോകും എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ എൻ്റെ കാല് ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ആരാണ്, എങ്ങനെയാണ്, ഏത് ബന്ധമാണ് ആദ്യം തുടങ്ങിയത്? അമ്മ എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ആ ഭർത്താവിനെയും കൊണ്ട് അവിടെ നിൽക്കാതെ ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബന്ധം എന്ന് തുടങ്ങി? ആദ്യമുള്ള ബന്ധമാണോ? എൻ്റെ മോൻ എപ്പോൾ കണ്ടു? രണ്ടാമതാണോ എൻ്റെ അനിയത്തി വന്നത്? ഒന്നും അറിയില്ല. ആകെ കൂടി ഒരു പുരുഷൻ, അയാളുടെ ചുറ്റും ഉപഗ്രഹം പോലെ ഒരു വീട്ടിലെ പെണ്ണുങ്ങൾ മുഴുവനും. ഇതെന്ത് ലോകമാണ്? എന്താണിത്? എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, എന്തൊക്കെ കേട്ട് ഞെട്ടണം. ഏതെങ്കിലും സ്ത്രീകൾക്ക് ഈ ഗതി വന്നു കാണുമോ? എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. ഇത്തിരി നേരം ഞാൻ അവിടെ തന്നെ നിന്നു. അല്ലെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്തു, ഒത്തിരി ഞെട്ടി. ഇനി ഞെട്ടാൻ വയ്യ. ഇങ്ങനെയുള്ള ജീവിതം ഒരിക്കലും ശാശ്വതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയും മകളും കൂടി അയാളുടെ കൂടെ ജീവിച്ചോട്ടെ. എൻ്റെ ഭർത്താവും എന്ത് തരം ടൈപ്പാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്യുകയും എല്ലാവരെയും അങ്ങ് സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നോട് വഴക്കൊന്നും ഉണ്ടാക്കാറില്ല. എന്തു പറഞ്ഞാലും പരാതിയും പരിഭവമില്ല. എന്തിനും റെഡിയാണ് താനും. ഇങ്ങനെയൊന്നുള്ള ആൾക്കാരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഞാൻ ക്ഷമയോടെ നെല്ലിപ്പലക കണ്ട ഒരു സമയമായിരുന്നു അത്. എന്തായാലും അവിടെ നിന്ന് എനിക്ക് ഒരു ആച്ചും മൂച്ചും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് കയറി. അന്നേരം എന്തായാലും എൻ്റെ അമ്മയോട് വഴക്കുണ്ടാക്കണ്ട. ഈ കാര്യങ്ങൾ ചോദിക്കണം. നാളെ എന്തായാലും ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഇവിടെ ഇരിക്കാം. എല്ലാവരും പോയി കഴിയുമ്പോൾ, മോനെ സ്കൂളിൽ പോയി കഴിയുമ്പോഴേക്കും എനിക്ക് കാര്യങ്ങൾ ഒന്ന് ചോദിക്കണം. അമ്മയുടെ കരച്ചിലും പിഴിച്ചിലും നാടകവുമൊക്കെ നാളെ അവസാനിപ്പിക്കണം. ഒന്നുകിൽ എല്ലാം കലങ്കി തെളിയണം, ഇല്ലെങ്കിൽ സർവ്വതും കുളമാക്കണം. എൻ്റെ ഉള്ളിൽ
സത്യം പറഞ്ഞാൽ സംഘർഷം കത്തിയിരിക്കുകയായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ രാത്രിയായപ്പോൾ മോൻ എൻ്റെ അടുത്ത് കിടക്കാൻ വന്നു. കാര്യം ഇന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ അനിയത്തിൻ്റെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ അവൻ വന്ന് ചുമ്മാ എൻ്റെ കൂടെ കിടന്നു കഴിഞ്ഞപ്പോഴേക്കും രാത്രി രഹസ്യമായിട്ട് ഞാൻ ഇവിടെ ചോദിച്ചു, നീയും അമ്മമ്മയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ആക്ച്വലി എന്താ നടന്നതെന്ന്. അവൻ ആദ്യം ഒന്നും സമ്മതിച്ചില്ല, സത്യം ചെയ്തല്ലേ. പക്ഷേ അവനോട് നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു. 6 മാസത്തിന് മുമ്പ് സ്കൂളിൽ നിന്ന് അവനൊരു ദിവസം ഉച്ചയ്ക്കേ വന്നു. ആ സമയത്താണ് വീട്ടിനുള്ളിൽ ചില അപശബ്ദങ്ങൾ കേട്ട് അവൻ നോക്കിയപ്പോൾ അവൻ ജനലിൽ കൂടി എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് കണ്ടു. അതവൻ എന്നോട് വിവരിച്ചു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കാട് കയറിയപ്പോൾ അവൻ്റെ വായ് പൊത്തിപ്പിടിച്ചു മതിയെന്ന് പറഞ്ഞു. എന്തായാലും അവൻ കൊച്ചു പയ്യനല്ലേ. അന്ന് പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ കാത്തിരുന്നു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും പോയി. ഞാൻ അന്ന് ഓഫാണ് എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നു. ഉച്ചയായപ്പോൾ ഞാൻ അമ്മയോട് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അമ്മ കരഞ്ഞും പിഴിഞ്ഞും ഈ കാണിക്കുന്നതൊക്കെ എന്ത് കള്ളത്തരമാണ്, എത്ര വൃത്തികെട്ട കാര്യങ്ങളാണ് ഈ വീട്ടിൽ നടക്കുന്നത്. മോൻ പറയുന്നത് എല്ലാം ഞാൻ കേട്ടു. ആദ്യം അമ്മ നിഷേധിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയാണ് ഇതിനെല്ലാം കാരണക്കാരി. ആദ്യം ഇത് തുടങ്ങി വെച്ചത് അമ്മയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ എങ്ങനെയോ കണ്ടുപോലും എൻ്റെ അനിയത്തിയും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. അമ്മ കണ്ടതാണോ അതോ അമ്മ നിർബന്ധിച്ചതാണോ? അമ്മയ്ക്ക് ഇതിലെന്താണ് റോളെന്ന് അമ്മ വ്യക്തമാക്കണമെന്ന് പറഞ്ഞ് ഞാൻ അലറുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, എൻ്റെ അനിയത്തി ഇവിടെ വന്ന കാലം മുതൽ അതിനു മുമ്പ് തന്നെ അവളുടെ ചേട്ടനെ ഒത്തിരി ഇഷ്ടമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുമായിരുന്നത്രേ. അതുമാത്രമല്ല, അവൾക്ക് മറ്റൊരുത്തിനുമായിട്ട് പ്രേമമുണ്ടായിരുന്നു, ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ ഭർത്താവിനെ ഇടയ്ക്കിടെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നത്രേ. അങ്ങനെയാണ് അവളുടെ ബന്ധം തകർന്നതും തിരിച്ചു വന്നതും എൻ്റെ ഭർത്താവ് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മുൻകൈ എടുത്തതും. ഭർത്താവ് എൻ്റെ മുന്നിൽ എൻ്റെ അനിയത്തെ രക്ഷിക്കുന്ന നല്ലവനായി അഭിനയിച്ചു. അവൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴൊക്കെ എൻ്റെ ഭർത്താവിന് അവളുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. രണ്ടുപേരും പ്രണയ ജോഡികളെപ്പോലെ പാഞ്ഞു നടക്കുകയായിരുന്നു. ജോലി തിരക്കുള്ളത് കൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല. വീട്ടിൽ വന്ന് താമസിക്കുമ്പോഴാണ് പിന്നെയും ഇതൊക്കെ തലപൊക്കി തുടങ്ങിയത്. അതും ഞാൻ അറിഞ്ഞില്ല. പക്ഷേ അമ്മ ഇതുപോലെ പുറത്തു പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം രണ്ടുപേരെയും കൈയോടുകൂടി പിടികൂടി. അമ്മ അന്നേരം ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. പക്ഷെ രണ്ടുപേരും പിന്മാറില്ല എന്ന് പറഞ്ഞത്രേ. അപ്പോൾ അമ്മ, ശരി മക്കളെ, അങ്ങനെയാണെങ്കിൽ കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ട് അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് നാടകം കളിച്ചാണ് എന്നെ എല്ലാ കാര്യങ്ങൾക്കും സമ്മതിപ്പിച്ചതെന്ന് അമ്മ കൺഫെഷൻ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അമ്മ എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ത്യാഗിണിയായ ഒരു അമ്മയുടെ സ്ഥാനം അവർ ചമഞ്ഞു. പക്ഷേ എങ്കിലും മരുമകനും ഇളയ മകളും തമ്മിലുള്ള നൃത്തങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്കും എനിക്ക് പൊറുതിയില്ലാതായി. ആ പേര് പറഞ്ഞ് അവർക്കും പ്രായമായെങ്കിലും എന്തോ ഒരു തലചുറ്റൽ തോന്നി. മരുമകനോട് അടുക്കാൻ ശ്രമിച്ചു. എൻ്റെ ഭർത്താവ് എല്ലാത്തിനും ഫ്ലെക്സിബിളായിരുന്നു. അമ്മായിയെങ്കിൽ അമ്മായിയമ്മ, അല്ല അനിയത്തിയെങ്കിൽ അനിയത്തി, ഭാര്യയെങ്കിൽ ഭാര്യ, എന്തിനും ഓപ്പൺ ബുക്ക് പോലെ മനസ്സുള്ള ഒരാളായിരുന്നു. അപ്പോൾ പിന്നെ അമ്മായിയമ്മയ്ക്ക് ലോട്ടറി അടിച്ചതുപോലെയായി. അമ്മ പിന്നെ മുന്നും പിന്നും ചിന്തിച്ചില്ല. എല്ലാവർക്കും സമയം കൊടുക്കുന്ന എൻ്റെ ഭർത്താവ് അമ്മയ്ക്കും സമയം അള്ളി കൊടുത്തു. പകൽ സമയത്ത് ഭർത്താവ് വരും, പിന്നെ അമ്മയുടെ സമ്മതത്തോടു കൂടി ഇപ്പോൾ പുള്ളിക്ക് ഒരു ത്യാഗിയായി ചേട്ടത്തിയും അനിയത്തിയും കൂടെ ഉണ്ടല്ലോ. ഇതെല്ലാം അമ്മയുടെ ബുദ്ധിയിൽ വിടർന്ന കഥകൾ മാത്രമല്ല, എല്ലാവർക്കും എല്ലാവരുടേതായ ബുദ്ധികളുമുണ്ട്. എനിക്ക് മാത്രമാണ് ഇതിനിടയിൽ ചതി പറ്റിപ്പോയതെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് ഞാൻ വീണ്ടും ആലോചിച്ചു. എനിക്ക് അവിടെ നിൽക്കാൻ വയ്യായിരുന്നു മാഡം. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തു മടുത്തിരുന്നു. ഞാൻ അവിടെ വിട്ടിറങ്ങി. എൻ്റെ അനിയത്തി താമസിച്ച ഹോസ്റ്റലിൽ ഞാൻ പോയി താമസിക്കാൻ തുടങ്ങി. മകൻ അവരുടെ കൂടെ നിൽക്കും. എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. ഭർത്താവും അനിയത്തിയും വന്ന് എന്നെ ഒത്തിരി വട്ടം വിളിച്ചു. അതൊന്നും സാരമില്ല. ഇതൊക്കെ ഒരു രസകരമായ കാര്യമായിട്ട് കണ്ടാൽ മതി. എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ഒരു ഫാഷൻ പോലെയാണ്. ഒന്നും വലിയ സദാചാരം എടുത്ത് അണിയേണ്ട കാര്യമില്ല എന്നുള്ള മട്ടിലാണ് അവർ സംസാരിക്കുന്നത്. ഇത്രയും നാളായിട്ടും എനിക്ക് തിരിച്ചു പോകാൻ തോന്നിയിട്ടില്ല.
പൈസയൊക്കെ എൻ്റെ മകന് ഞാൻ കൊടുക്കും, അവനെ പോയി കാണുകയും ചെയ്യും. പക്ഷേ ആ വീട്ടിലേക്ക് ഞാൻ പോകുന്നില്ല മാഡം. എനിക്ക് വയ്യ. കാര്യം അവർ കാണിച്ച കാര്യങ്ങളൊന്നും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അമ്മയുടെ കാര്യം അനിയത്തിക്ക് അറിയാമായിരുന്നു എന്നതും എനിക്ക് ഷോക്കായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പാവമായ എന്നെ അവരെല്ലാം കൂടെ കൂട്ടം ചേർന്ന് പറ്റിച്ചതുപോലെ എനിക്ക് തോന്നുന്നത്. ആ വീട്ടിലേക്ക് ഞാനിനി പോകുന്നില്ല. സ്വതന്ത്രമായി ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. മാഡം, എൻ്റെ തീരുമാനം ശരിയല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ തീരുമാനം ശരിയാണ്. എന്തിനാണ്? ആത്മാർത്ഥത നിങ്ങൾക്കുള്ള ഒരാളാണ്, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി. പക്ഷെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അതിപ്പം അനിയത്തിയാണെങ്കിലും ഭർത്താവാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും അവർ ശരിക്കും വ്യത്യസ്തരായ മനുഷ്യരാണ്. നമ്മളിപ്പോൾ ബന്ധങ്ങളെയൊക്കെ വേറൊരു കണ്ണോടുകൂടി കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. കാര്യം നമുക്കെല്ലാം ഇതൊക്കെ അങ്ങ് പവിത്രമായ കാര്യം. എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളും പവിത്രമാകണമെന്നൊന്നുമില്ല. ഇതുപോലെയൊക്കെയുള്ള ഇൻ്റർനാഷണൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പല രീതിയിൽ നടക്കുന്ന വീടുകളുണ്ട്. വീടുകളിൽ മാത്രമല്ല, പല സ്ഥലത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഒരേ മനസ്സുള്ളവരാകുമ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ പുറത്ത് പറയില്ല, അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാവരും കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ഇതിലൊരാൾക്ക് ഇതൊക്കെ സഹിക്കാൻ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. അവരുടെ ഐഡിയോളജിയുമായിട്ടോ സദാചാര ബോധമായിട്ടോ ചേർന്ന് പോകുന്നില്ല. അങ്ങനെ കഴിയുമ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഒരിക്കലും നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നു, തനിയെ ജീവിക്കുന്നു, മകനെ അവർ വളർത്തുന്നു, ഇടയ്ക്ക് കാണുന്നുണ്ട്. മകനെയും കൊണ്ട് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിർത്താൻ പറ്റില്ല, അവന് കുറച്ചുകൂടെ വളർന്ന് വലുതായ ചെക്കനല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നു. അത് നിങ്ങളുടെ ആത്മാഭിമാനം എന്ന് പറഞ്ഞ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അല്ലാതെ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഇങ്ങനെ കൂട്ടത്തിൽ ചേർന്ന് കുമ്മി അടിക്കുന്നത് അതൊരു രസമല്ലേ എന്ന് പറയുന്നവരോട് ചിലപ്പോൾ രസമുള്ളവർക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളോ കംപ്ലൈൻറ്റ്സോ ഒന്നും കാണില്ല. അതൊക്കെ ഓർത്തുടെ മനോഭാവമാണ്. ഒരു കുടുംബത്തിൽ പലതരം സ്വഭാവമുള്ളവരുണ്ട്. നിങ്ങളുടെ ഭർത്താവിനെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എന്തും ഓക്കെയാണ്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട്. കാര്യം അവർക്കൊന്നും ഒരു പ്രശ്നമേ ഇല്ല, എന്നാൽ എല്ലാവരോടും സ്നേഹവുമാണ്, പ്രശ്നങ്ങളുമില്ല. അപ്പം ശരിക്കും വിചിത്രമായ ആളുകളോടുണ്ട്. പിന്നെ അനിയത്തിക്ക് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. അമ്മയോ ശരി, ഓക്കെ, ചേച്ചിയോ ഓക്കെ, എനിക്കൊരു പുരുഷനുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവരും അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് മാത്രമാണ് ഇതിൽ പറ്റിപ്പോയത്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചതിക്കപ്പെട്ടു എന്നുള്ള അവസ്ഥ വന്നത്. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ധൈര്യപൂർവ്വം ഒരു തീരുമാനമെടുത്തു, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരുടെ സംസർഗം വേണ്ട. നിങ്ങൾ നല്ല ജോലി ചെയ്ത് നിങ്ങളുടേതായ കാര്യം നിൽക്കുക. നിങ്ങൾക്ക് വിശ്വസ്തനായി തോന്നുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തുക. ഈ വിവാഹബന്ധം ഒഴിയണമെങ്കിൽ ഒഴിയുക. അതാണ് തീരുമാനമെങ്കിൽ അങ്ങനെ. ഇവരുമായിട്ട് കൂട്ടുചേർന്ന് കുമ്മി അടിക്കാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സപ്പോർട്ടില്ല. അതൊരു തെറ്റായ നെഗറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചായിരിക്കും. എന്തായാലും നിങ്ങൾ നിങ്ങളുടേതായ ഒരു വ്യക്തിത്വത്തിൽ ജീവിക്കുക. അഭിനന്ദനങ്ങൾ.